വന്യജീവി ആക്രമണത്തിൽ പരിക്ക് പറ്റി ദുരിതജീവിതം നയിക്കുന്നവർ നിരവധി പേരുണ്ട്. ഇടുക്കി ജില്ലയിൽ മാത്രം 2010-ൽ ഏലത്തോട്ടത്തിലെ ജോലിക്കിടയിൽ കാട്ടാനക്കൂട്ടത്തിന് മുൻപിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ശാന്തൻമാറ സ്വദേശിനിയായ ജയ രാജ. അവർക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. 15 വർഷത്തിനിപ്പുറം, പ്രേക്ഷകർ ശ്രദ്ധിക്കണം, 15 വർഷത്തിനിപ്പുറം നഷ്ടപരിഹാരമായിട്ട് 1 രൂപ പോലും ജയ രാജയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. கை தூக்க முடியாது. எலும்பு உடஞ்சிருச்சு, முதுகுல காயம், வருஷம் 5 வருஷம் உடஞ்சிருச்சு. மிஷின் ஆஸ்பத்திரியில் 10 லட்சம் ரூபா செலவு. இந்த 5 வருஷத்துக்கு மதியவும் என்ன செய்ய, வேலைக்கு போக முடியல. இப்பெல்லாம் വീട്ടിലേതേ ഒരു ടീ കടയെ വെച്ചിട്ട് ഞങ്ങൾ എടുക്കും. 3 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ജയരാജ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. വലതുകൈക്ക് സ്വാധീനക്കുറവുണ്ടായതിനെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യവും ചികിത്സയ്ക്കായി ലക്ഷങ്ങളുടെ കടവും. வேலைக்கு போன இடத்துல 4 ஆணை இருந்துச்சு, பார்க்காமே போயிட்டோம். போய் இப்போ வந்து கீழே விழுகவும் வந்து மீச்சிருச்சு. வரும் 15 வருஷம் ஆச்சு. இன்ன வரைக்கும் எந்த இதுவுமே கவர்மெண்ட்ல எனக்கு கொடுக்கல, செய்யலை. எனக்கு 3 பிள்ளை இருக்குது. நாங்கள் வேலை செஞ்சாத்தே எங்களுக்கு சாப்பாடு. 15 വർഷങ്ങൾക്കിടയിൽ നിരവധി തവണ ജയയുടെ ദുരിത ജീവിതം വാർത്തയായി. സർക്കാരിൽ നിന്നോ വനം വകുപ്പിൽ നിന്നോ ഇന്നുവരെ യാതൊരു വിധമായിട്ടുള്ള ആനുകൂല്യങ്ങളോ നഷ്ടപരിഹാരമോ ലഭിച്ചിട്ടില്ല. സർക്കാർ எங்களுக்கு எதுவுமே செய்ய மாட்டேங்குது. செத்தா தாராங்க, உயிரோட இருந்தா எதுவுமே கிடைக்க மாட்டேங்குது. ജയരാജയെ പോലെ ദുരിതം അനുഭവിക്കുന്ന ഒട്ടനവധി പേരുണ്ട് മലയോര മേഖലയിൽ. പീരുമേട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സീതയുടെ കുടുംബത്തിന് നാളിതുവരെ 1 രൂപ പോലും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. പോലീസ് റിപ്പോർട്ട് നൽകിയാൽ ഉടനടി തന്നെ നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞൊഴിയുകയാണ് വനം മന്ത്രി. എന്നാൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 2 മാസം പിന്നിടുന്നു. പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.